إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتلوا النفس التي حرم الله إلا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا فلا يسرف في القتل إنه كان منصورا. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, 2017 യമനിൽ വെച്ച് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി അവിടുത്തെ ഒരു യമൻ പൗരനെ വിളിച്ചു വരുത്തി മാരകമായ മരുന്നുകൾ ഇഞ്ചക്ഷൻ ചെയ്ത് കൊലപ്പെടുത്തുകയും 100-ലധികം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കവേ യമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 2018 യമൻ ശരീഅത്ത് കോടതി ആ പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയുണ്ടായി. 2020 യമനിലെ തന്നെ ട്രയൽ കോടതി അത് ശരിവെക്കുകയും 2023 അവിടുത്തെ സുപ്രീം കൗൺസിൽ, ജുഡീഷ്യൽ കൗൺസിൽ ആ വിധിയെ അംഗീകരിക്കുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് പകരം ദിയ്യത്ത് കൊടുത്ത്, അതായത് ബ്ലഡ് മണി കൊടുത്ത് ആ പ്രതിയെ മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായ ചൂട് പിടിച്ച ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മീഡിയകളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ മറ്റു സൃഷ്ടികളെ പോലെയല്ല അവൻ പടച്ചത്. ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അവൻ ജീവിക്കുന്ന കാലയളവിൽ
പ്രത്യേകമായ ഒരു നിയമ സംവിധാനം ആവശ്യമാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ജീവിയാണ്. ലോകത്ത് മനുഷ്യരല്ലാത്ത ഒരൊറ്റ ജീവിക്കും അപ്ഡേഷനില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്കൊന്നും ഒരു ജീവിത വ്യവസ്ഥിതിയോ ഒരു നിയമമോ ആവശ്യമില്ല. 1000 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരു മൃഗം, ഒരു കാക്കയാകട്ടെ, അതല്ലെങ്കിൽ ഒരു കോഴിയാകട്ടെ, ഒരു പോത്തോ പശുവോ എരുമയോ ആകട്ടെ, 1000 കൊല്ലം മുമ്പ് അത് എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചിരുന്നത്, എന്താണോ കഴിച്ചിരുന്നത്, ഏകദേശം അത് തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കഴിക്കുന്നത്. അവ എങ്ങനെയാണോ ഇര പിടിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇര പിടിക്കുന്നത്. അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അവയെല്ലാം അവയുടെ നൈസർഗികമായ ചോദനകൾക്കനുസരിച്ച് ജീവിക്കുകയാണ് ഇവിടെ. കാട്ടിൽ രാജാവുണ്ട്, നമ്മുടെ ഭാഷയിൽ കാട്ടിലെ രാജാവ് സിംഹമാണ്. കാട്ടിൽ മന്ത്രിയുണ്ട്, കുറുക്കനാണ് മന്ത്രി. പക്ഷേ ഒരു സിംഹത്തിനും അറിയില്ല താൻ രാജാവാണ് എന്ന്. ഒരു കുറുക്കനും അറിയില്ല താൻ അവിടുത്തെ മന്ത്രിയാണെന്ന്. ഒരു സിംഹം അതിൻ്റെ സ്വഭാവം വിശന്നാൽ ഇര പിടിച്ച് ജീവിക്കുക, ഇര പിടിച്ച് ഭക്ഷിക്കുക എന്നുള്ളതാണ്. ലോകത്തൊരു സിംഹവും തനിക്ക് നാളെ വിശക്കുമെന്ന് കരുതിക്കൊണ്ട് കുറേ മാനുകളെ വേട്ടയാടി അതിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കുന്ന പ്രവണതയില്ല. കാരണം അവയെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്, സംവിധാനിച്ചത് വിശന്നാൽ ഇര പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. വെറുതെ പോകുന്നൊരു മാനിനെ തോണ്ടി മുറിവേൽപ്പിക്കുന്ന സ്വഭാവമൊന്നും ആ മൃഗത്തിനില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നു, അവൻ പ്ലാനുകൾ ഇടുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ചിന്ത വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തയുള്ള ഒരു ജീവിക്ക് ഒരു നിയമം അനിവാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്, ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു പോലീസ് സ്റ്റേഷനും പ്രവർത്തിക്കുകയില്ല, ഒരു കോടതിയും പ്രവർത്തിക്കുകയില്ല, ആർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, കേസെടുക്കൂല എന്ന് ഒരാഴ്ചത്തേക്ക് പ്രഖ്യാപിച്ചാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കുട്ടിച്ചോറാക്കി കളയും അല്ലേ? ഇവിടെ നാശം വിതയ്ക്കും. അപ്പോൾ ഭൂമിയിൽ നാശം ഉണ്ടാകാതിരിക്കാൻ മനുഷ്യന് നിയമം ആവശ്യമാണ്. ഇന്ന് ഭൂമിയിൽ 2 തരം നിയമമാണുള്ളത്. ഒന്ന് മനുഷ്യനിർമ്മിത നിയമവും, 2 ദൈവനിർമ്മിത നിയമവും. ദൈവനിർമ്മിത നിയമത്തിനെയാണ് ഖുർആൻ അശ്ശരീഅത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 45-ാം അധ്യായം സൂറത്തുൽ ജാസിയയുടെ 18-ാം വചനത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ. പിന്നെ അങ്ങയെ മതകാര്യത്തിൽ ഒരു ശരീഅത്തുള്ള നിലയിൽ ആക്കിയിരിക്കുന്നു. വലാ തത്തബിഉ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. അറിവില്ലാത്ത ആളുകളുടെ താല്പര്യങ്ങൾക്ക് അങ്ങ് വഴിപ്പെടാൻ പാടില്ല. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസി അവൻ കീഴൊതുങ്ങേണ്ടത് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കണം. ലോകത്ത് എല്ലാ സമൂഹത്തിനും ശരീഅത്തുണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 51-ാമത്തെ വചനത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. നിങ്ങളിൽ എല്ലാ സമൂഹത്തിനും ശരീഅത്തും ഉണ്ടായിട്ടുണ്ട്, തുറന്ന കർമ്മമാർഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ദൈവിക നിയമം അഥവാ ശരീഅത്ത് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടക്കുമ്പോൾ അവിഷയത്തെപ്പറ്റി ഒരു പ്രാഥമിക അറിവെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്താണ് ശരീഅത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മൗരിദിൽ മാഇല്ലദി യുസ്തഖാ മിൻഹു ബിലാ റിശാഇൻ എന്നാണ് അതിൻ്റെ നിർവചനം കൊടുത്തിട്ടുള്ളത്. അതായത് തെളിമയുള്ള വെള്ളം അരുവിയിൽ നിന്നും കോരിക്കുടിക്കാൻ കഴിയുക, നിഷ്പ്രയാസം അരുവിയിൽ നിന്നും തെളിഞ്ഞ വെള്ളം കോരിക്കുടിക്കാൻ കഴിയുന്നതിനാണ് ശരീഅത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ വെള്ളം ആവശ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യവംശം നിലനിൽക്കണമെങ്കിൽ നിയമവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹുക്കൂമത്ത് അതേപോലെ ഖാനൂൻ എന്ന പ്രയോഗമൊന്നും ഇവിടെ ശരീഅത്തിന് കൊടുത്തില്ല, ശരീഅത്ത് എന്ന് തന്നെ കൊടുത്തു. കാരണം മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്, അവൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ നിയമം എന്നുള്ളതാണ് ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മനുഷ്യനിർമ്മിത നിയമമോ
മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ മഹാഭൂരിപക്ഷവും വംശത്തിൻ്റെ നിലനിൽപ്പിനേക്കാൾ മനുഷ്യരുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്തുള്ള ഓരോ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളെ പറ്റി പഠിച്ചു നോക്ക്. അത് വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ല താൽക്കാലികമായി അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തു. ആ നിയമത്തെ ഇസ്ലാം വിളിച്ചത് ഹുക്കുമുൽ ജാഹിലിയ്യത്ത് എന്നാണ്, ജാഹിലിയ്യത്തിൻ്റെ നിയമം എന്നാണ്. ശരീഅത്ത് നിയമമല്ലാത്ത, ശരീഅത്തല്ലാത്ത ബാക്കി എല്ലാ നിയമങ്ങളെയും ജാഹിലിയ്യത്തിൻ്റെ നിയമം എന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു മോശമായ പ്രയോഗമായിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ജാഹിലിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ദന്നുൽ ജാഹിലിയത്ത്, ജാഹിലിയത്തിൻ്റെ ചിന്താഗതി, കാഴ്ചപ്പാടുകൾ. 2 ഹമിയത്തുൽ ജാഹിലിയത്ത്, ജാഹിലിയത്തിൻ്റെ ദുരഭിമാന കാഴ്ചപ്പാടുകൾ. 3 തബറുജുൽ ജാഹിലിയത്ത്, കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ അത് പറഞ്ഞിരുന്നു, ജാഹിലിയത്തിൻ്റെ സൗന്ദര്യ പ്രദർശനം. 4ാമത് പറഞ്ഞതാണ് ഹുക്കുമുൽ ജാഹിലിയത്ത്. അഫ ഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗുൻ, ജാഹിലിയത്തിൻ്റെ വിധിയാണോ അവർ തേടുന്നതെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങാൻ വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 50-ാമത്തെ വചനമാണ്. ഈ വചനം ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജൂത പണ്ഡിതനായ കഅബ് ഇബ്നു സഅദും 3 യഹൂദി പുരോഹിതന്മാരും ഒരിക്കൽ വരികയുണ്ടായി. അല്ലാഹുവിൻ്റെ റസൂലിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ യഹൂദി പുരോഹിതന്മാരാണ്, ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകൾ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട്. ആ തർക്കത്തിന് ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചാൽ, തർക്കിക്കുന്ന എതിർകക്ഷികൾക്ക് പ്രതികൂലമായി ഞങ്ങൾക്ക് അനുകൂലമായി വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കും. ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഞങ്ങളുടെ ഗോത്രക്കാർ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിക്കും. അത് നിനക്ക് വലിയ നേട്ടമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വൈമനസ്യം കാണിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. അഫഹുക്കുമൽ ജാഹിലിയ്യത്ത്, തന്നിഷ്ടപ്രകാരം നിയമമുണ്ടാക്കുക സ്വന്തം കാര്യത്തിന് വേണ്ടി, അതിനെ ജാഹിലിയ്യ ഹുക്കും എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ 4 വോട്ടിന് വേണ്ടി മനുഷ്യനെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്ന കാലഘട്ടമല്ലേ ഇത്? ഈ കാലഘട്ടത്തിലേക്ക് ഈ ആയത്തിന് വലിയ പ്രസക്തിയുണ്ട്. മനുഷ്യരുടെ സൗകര്യത്തിന് വേണ്ടിയല്ല നിയമം, മറിച്ച് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമം. ബനൂ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായി ഒരിക്കൽ. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ 3733 നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസാണത്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അന്നംറഅത്തൻ മിൻ ബനി മഖ്സൂം സറഖത്ത്, ബനൂ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച വിവരം നാട്ടുകാരറിയുന്നതിന് മുമ്പ് അത് കോടതിയിൽ വന്ന് വിചാരണയ്ക്കെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് ആ മോഷണമല്ലാതെയാക്കി തീർക്കണം. അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഷണമല്ലാതെയാക്കി തീർക്കണം. ആര് പോയി പറയും? ആർക്കും ധൈര്യമില്ല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ പോയി പറയാൻ. അങ്ങനെ അവരെല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, നബിയുടെ അരികിൽ പോയിട്ട് നീ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. ഉസാമ റളിയല്ലാഹു അൻഹു പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂൽ അത് കേട്ടപ്പോൾ പറഞ്ഞത്, ഇന്ന ബനി ഇസ്രാഈല കാന ഇദാ സറഖ ഫീഹിമുശ് ശരീഫു തറകൂഹു. ബനു ഇസ്രായേലുകാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ജൂതൻ, അവനൊരു സ്വഭാവമുണ്ട്. എന്താ? അവരിൽ മാന്യന്മാർ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് മോഷണമല്ലാതെയാക്കി തീർക്കും. എന്നാൽ വൈദാ സറഖ ഫീഹിമുൽ ദഈഫു, ഒരു ദുർബലൻ മോഷ്ടിച്ചാലോ അത് വലിയ വാർത്തയായിക്കൊണ്ട് നടക്കും. ഇന്നത്തെ അതേ സ്വഭാവം ഇന്നങ്ങനെ ഉണ്ടല്ലോ. വലിയ വലിയ മോഷണങ്ങളൊന്നും മോഷണമല്ല, അതിന് വേറെ പേരായിട്ടിരിക്കുന്നത്. ചെറിയ ചെറിയ മോഷണം, ഒരു റൊട്ടി കഷ്ണം വിശന്നപ്പോൾ മോഷ്ടിച്ചതിന് ഒരു പാവപ്പെട്ട ആദിവാസിയെ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ നാട്, ഓർക്കണം. അതൊക്കെ വലിയ വാർത്തയാക്കി എടുക്കുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ. അതുകൊണ്ട് ലൗകാനത്തു ഫാത്തിമത്തു ലഖതഅത് യദഹ, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈമുറിക്കും. അതാണ് ഇസ്ലാമിക ശരീഅത്ത്. മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടിയാ, മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടിയല്ല. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇന്ന് ലോകത്ത് ഏറ്റവും പഴക്കമുള്ള നിയമം, ശരീഅത്ത് നിയമം, അത് ഇസ്ലാമിക ശരീഅത്താണ്. വേറെ ലോകത്തുള്ള എല്ലാ നിയമങ്ങളും മൺമറഞ്ഞു പോയി, കാലഹരണപ്പെട്ടു പോയി. ഇസ്ലാമിക ശരീഅത്തല്ലാത്ത ബാക്കി എല്ലാ നിയമങ്ങളും
അതാത് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പൊ ഇന്ത്യൻ നിയമം തന്നെ എടുക്കാം. ഇന്ത്യൻ നിയമം എപ്പോഴാണ് നിലവിൽ വന്നത്? ഇന്ത്യ റിപ്പബ്ലിക്കായ സമയത്ത്. ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. മതങ്ങളുടെ നിയമങ്ങളാണെങ്കിലും ആ നിയമങ്ങൾക്ക് പഴക്കമില്ല. അതിലെല്ലാം ഒരുപാട് കൂട്ടിക്കലർത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്തു മതം അനുസരിച്ചാണെങ്കിൽ ഓരോ പോപ്പുമാര് മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റുന്നൊരു സമയമല്ലാതെ. ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ ഏർപ്പെടുത്തുന്നത്. 1 ഹിഫ്ദുദ്ദീൻ, 2 ഹിഫ്ദുൻ നഫ്സ്, 3 ഹിഫ്ദുൽ മാൽ, 4 ഹിഫ്ദുൻ നസ്ൽ, 5 ഹിഫ്ദുൽ ഇർദ്. ഈ 5 കാര്യങ്ങൾ അൽ മഖാസിദുൽ ഖംസ, 5 ലക്ഷ്യങ്ങളാണ് ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത്. 1 മനുഷ്യന്റെ മതത്തിന്റെ സംരക്ഷണം, മനുഷ്യന്റെ ആത്മാവിനും ശരീരത്തിനും സംരക്ഷണം കൊടുക്കുക, മനുഷ്യന്റെ സമ്പത്തിന് സംരക്ഷണം, മനുഷ്യരുടെ കുടുംബത്തിന് സംരക്ഷണം, മനുഷ്യരുടെ അഭിമാനത്തിന് സംരക്ഷണം. അഭിമാനത്തിന് സംരക്ഷണം കൊടുക്കുന്ന നിയമം ലോകത്ത് എവിടെയുള്ളത്? ഈ 5 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷണ നടപടികളാണ് ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ശിക്ഷാ നടപടിയല്ല. ഇസ്ലാമിൽ ശിക്ഷാ നടപടിയില്ല. കാരണം എന്താ ഇസ്ലാമിൽ ശിക്ഷാ നടപടി ഇല്ലാത്തത്? ലോകത്ത് ഒരാൾക്ക് ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം ഇസ്ലാം കൊടുത്തിട്ടില്ല. 1, ശിക്ഷിക്കാനുള്ള അധികാരവും രക്ഷിക്കാനുള്ള അധികാരവും അള്ളാഹുവിന് മാത്രമാണ്. 2-മത്തേത്, ഒരു കുറ്റകൃത്യത്തിന്റെ ആഴമനുസരിച്ച് ശിക്ഷ കൊടുക്കാൻ ഇന്ന് ആർക്കും കഴിയില്ല. ഒരാൾ 100 പേരെ കൊന്നു, എന്ത് ചെയ്യും? എത്ര പ്രാവശ്യം കൊല്ലാൻ പറ്റും അയാൾ? ഹിറ്റ്ലറിനെ പിടിച്ചിട്ട് എത്ര പ്രാവശ്യം കൊല്ലാൻ പറ്റും? ഇനി കിട്ടിയാൽ തന്നെ അല്ലേ? ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന ആളല്ലേ? ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന നെതന്യാഹുവിനെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? ഇവിടെ കഴിയില്ല. അപ്പൊ ഇവിടെ ഒരു കുറ്റത്തിന്റെ ആഴത്തിനനുസരിച്ച് ശിക്ഷിക്കാൻ കഴിയില്ല. 3-മത്തേത്, നീതിപൂർവം ശിക്ഷിക്കാൻ ഇവിടെ കഴിയില്ല. അപ്പൊ ശിക്ഷ എന്നുള്ളത് ഇവിടെ പ്രാക്ടിക്കൽ അല്ല, മറിച്ച് ഇവിടെ അല്ലാഹു തആല ശിക്ഷണമാണ് കൊടുക്കുന്നത്. ശിക്ഷ അത് പരലോകത്താണ്. നാളെ പരലോകത്ത് മഹ്ശറയിലാണ് അല്ലാഹു തആല വിചാരണക്കെടുക്കുന്നത്. എന്നിട്ടാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പോ ശിക്ഷണം ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അൽ ഖിസാസ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ഖിസാസിനെ സംബന്ധിച്ച്. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ, പകരത്തിന് പകരം, അത്രേ ഉള്ളൂ. ഇത് എല്ലാ കാലഘട്ടത്തിലും അതുണ്ട്, എല്ലാത്തിനുമുണ്ട്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 45-ാം വചനത്തിൽ പറയുന്നു, വകതബ്നാ അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിന്നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസുൻ. അതാണ് ഇസ്ലാമിന്റെ നിയമം. പ്രതിക്രിയ അങ്ങനെയാണ്. ആത്മാവിന് റൂഹെടുത്താൽ, ഒരാളെ കൊന്നാൽ പകരം കൊല്ലുക. കണ്ണിന് കേടുപാട് സംഭവിപ്പിച്ചാൽ കണ്ണെടുക്കുക. മൂക്കിന് കേടുപാട് സംഭവിച്ചാൽ മൂക്കെടുക്കുക. മൂക്കിന് പകരം മൂക്ക്, ചെവിക്ക് പകരം ചെവി, പല്ലിന് പകരം പല്ല്. മുറിവേൽപ്പിച്ചാൽ തിരിച്ചു മുറിവേൽപ്പിക്കുക. അതാണ് ഖിസാസ്, പ്രതികാരം. ആ ഒരു നിയമം ലോകത്ത് എവിടെയുണ്ടോ? ഇസ്ലാമിലല്ലാതെ. ഇസ്ലാമിക നിയമത്തിന്റെ ശരീഅത്തിന്റെ ഏറ്റവും വലിയ മനോഹാരികത എന്താണെന്ന് വെച്ചാൽ അത് മാനുഷികമാണ് എന്നുള്ളതാണ്. 6-ാം നൂറ്റാണ്ടിന്റെ നിയമം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാം. നാവിന് ലൈസൻസ് ഇല്ലാത്ത ആളുകൾ പലതും വിളിച്ചു പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എങ്കിൽ മനസ്സിലാക്കണം, 6-ാം നൂറ്റാണ്ടിന്റെ ഈ നിയമമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മാനുഷികമായ നിയമം. വേറെ എവിടെയും മാനുഷികമായ നിയമം കാണാൻ കഴിയില്ല. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്. അല്ലാഹു നിങ്ങളിൽ ഒരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല നിയമത്തിലൂടെ. നിങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. പ്രയാസമല്ല, നിങ്ങൾക്ക് എളുപ്പമാണ് ശരീഅത്ത് നിയമത്തിലൂടെ. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? വധശിക്ഷ. ഏറ്റവും വലിയ ശിക്ഷ അതാണല്ലോ ലോകത്ത് നിലനിൽക്കുന്നത്. വധശിക്ഷ നിലനിൽക്കുന്ന ഒരുപാട് നാടുകളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ചില രാജ്യങ്ങൾ വധശിക്ഷ നിരോധിച്ചെങ്കിൽ തന്നെയും രഹസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. ലോകത്ത് ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഡെത്ത് പെനാൽറ്റി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യം ഏതാ? ഇന്ന് ലോകം മുഴുവനും പറയുന്നത് സൗദി അറേബ്യയാണ്, ഇറാഖാണ് പോലെയുള്ള രാജ്യങ്ങളാണെന്ന് പറയും. അല്ല,
ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൽറ്റി ഉള്ള രാജ്യം ചൈനയാണ്. നാസ്തികർ ഭരിക്കുന്ന നാട്. കാരണം ശക്തമായ നിയമമില്ലാതെ, ഏകാധിപത്യമില്ലാതെ, ഒതുക്കലില്ലാതെ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ മതബോധം വേണം അവർക്ക്. മതബോധമില്ലാത്ത രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിയമം ശക്തം. 6000-ഓളം ആളുകളെയാണ് രഹസ്യമായി അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. ചിലയിടങ്ങളിലെ വധശിക്ഷയുടെ കാരണം അത് വിചിത്രമാണ്. ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഉത്തര കൊറിയയിൽ 40ഓളം സയന്റിസ്റ്റുകളെ തൂക്കിക്കൊന്നു, വധശിക്ഷയ്ക്ക് വിധേയമാക്കി. എന്താ അവർ ചെയ്ത കുറ്റം? അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം മഴ മുൻകൂട്ടി അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സയന്റിസ്റ്റുകൾ മഴ മുൻകൂട്ടി അറിയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് 40 സയന്റിസ്റ്റുകളെ അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. ഒരു ബോധമില്ലാത്ത ആളുകളാണത്. ഇസ്ലാമിക ശരീഅത്തിലെ വധശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നിയമമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറയുടെ 178-ാം വചനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. സത്യവിശ്വാസികളെ, ഖിസാസ്, കൊലയ്ക്ക് പകരമായി ഖിസാസ്, പ്രതികാരം ചെയ്യാനുള്ളതായ നിയമം ഇതാ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. അൽ ഖത്ലു അൽ ഹുർറു ബിൽ ഹുർർ, സ്വതന്ത്രനെ കൊന്നിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രനെ കൊല്ലണം. വൽ അബ്ദു ബിൽ അബ്ദ്, അടിമയെ കൊന്നിട്ടുണ്ടെങ്കിൽ പകരം അടിമയെ കൊല്ലണം. വൽ ഉൻസ ബിൽ ഉൻസ, പെണ്ണിനെ കൊന്നിട്ടുണ്ടെങ്കിൽ പകരം പെണ്ണിനെ കൊല്ലണം. അതാണ് നിയമം. ഈ നിയമം, ഇസ്ലാമിക നിയമം ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഇസ്ലാം 2 കാര്യങ്ങൾക്കേ വധശിക്ഷ പ്രഖ്യാപിക്കുന്നുള്ളൂ. ഒന്നാമത്തേത് അന്യായമായ കൊല, രണ്ടാമത്തേത് നാട്ടിൽ കലാപമുണ്ടാക്കുക. നാട്ടിൽ കലാപമുണ്ടാക്കിയ രാജ്യദ്രോഹം ചെയ്താൽ അവനെ വെറുതെ വിടാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. മിൻ അജ്ലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീൽ, ഇക്കാരണത്താൽ തന്നെ ബനു ഇസ്രായേൽകാർക്ക് നിയമമാക്കി. എന്താ നിയമം? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയോ ഒരാളെ കൊന്നതിന് പകരം മറ്റൊരാളെ കൊല്ലുകയോ ചെയ്യുക എന്നല്ലാതെ ഒരു കൊലപാതകം ഇവിടെ നടന്നാൽ അത് അത് മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതിന് തുല്യാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ, ഒരു കാരണമല്ലാണ്ട് കൊന്നാൽ, കാരണം എന്ന് പറഞ്ഞാൽ കാരണത്തിന് ചില വ്യവസ്ഥകളുണ്ട്. തോന്നിയതുപോലെ കാരണം ഉണ്ടാക്കലല്ല, കാരണം ജെന്യൂൻ ആയിരിക്കണം. കൊലയ്ക്ക് കൊലയാണ് ഇസ്ലാം പറയുന്നത്. അതല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കണം, എങ്കിൽ കൊല്ലാം. കൊലപാതകത്തെ ഇസ്ലാം 3 വകുപ്പായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബോധപൂർവമുള്ള കൊലപാതകം, അംദൻ, അൽ ഖത്ലു അംദൻ. 3 അപ്രതീക്ഷിതം, ശുബ്ഹ്, അതായത് അപ്രതീക്ഷിതമായ കൊലപാതകം. കൊല്ലണം എന്ന് കരുതിയിട്ട് അടിച്ചതല്ല, മരിച്ചുപോയി, അപ്രതീക്ഷിതമായ കൊലപാതകം. 3ാമത്തേത് അബദ്ധം, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അറിയാതെ പോയി മുട്ടി മരിച്ചുപോയി, അബദ്ധം പറ്റിയതാണ്. ഇങ്ങനെ 3 തരത്തിൽ കൊലപാതകത്തെ തിരിച്ചു. അതിൽ ബോധപൂർവമുള്ള കൊലപാതകത്തിനാണ് ഇവിടെ വധശിക്ഷ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വധശിക്ഷ ഇസ്ലാം പ്രഖ്യാപിക്കുമ്പോൾ ഇരയ്ക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്നത്. എന്നാൽ പ്രതിക്കോ മാനുഷിക പരിഗണന ലഭിക്കാനുള്ള പഴുതും തുറന്നിട്ട് കൊടുക്കും. ഇരയ്ക്ക് മുന്തിയ പരിഗണന. എന്നാൽ മറ്റ് വധശിക്ഷകൾ അങ്ങനെയാണോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, ഏത് രാജ്യത്താണെങ്കിലും ഒരു വധശിക്ഷ വിധിക്കാൻ അധികാരം ആർക്കാണ്? കോടതിക്കാണ്, ജഡ്ജിക്കാണ് അധികാരം, അല്ലേ? ആ വധശിക്ഷ നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങാനുള്ള ആളുകൾ അവിടുത്തെ ഗവൺമെൻറ്റുമാണ്. എന്നാൽ ഇസ്ലാമിലോ? ഇസ്ലാമിൽ വധശിക്ഷ വിധിക്കൽ നിർബന്ധമാണ് ജഡ്ജിക്ക്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാളെ കൊന്നാൽ അയാളുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ നോക്കി, തെളിവുകളുടെ പിൻബലവും മറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ജീവപര്യന്തം വിധിക്കും. എന്ത് ഈ ജീവപര്യന്തം? 10-14 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാം. അങ്ങനെ പുറത്തിറങ്ങിയ കഥകളൊക്കെ ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നില്ലേ? പുറത്തിറങ്ങാം. എന്നാൽ ഇസ്ലാമിൽ ഒരു കൊലയ്ക്ക് പകരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ തെളിവുണ്ടെങ്കിൽ ജഡ്ജിക്ക് നിർബന്ധമാണ് അയാൾക്ക് വധശിക്ഷ വിധിക്കൽ. 1. 2, അത് നടപ്പിലാക്കാനുള്ള ചുമതല ഇസ്ലാമിക ഭരണാധികാരിക്കാണ്, നടപ്പിലാക്കാനുള്ള ചുമതല. 3, അതാണ് ഇസ്ലാമിൻ്റെ മാനുഷിക പരിഗണനയുടെ മുഖം. 3, ആ വധശിക്ഷ നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇരയുടെ ബന്ധുക്കൾക്കാണ്, കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്കാണ്. ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഇയാളെ കൊല്ലണോ വേണ്ടയോ എന്ന്. അള്ളാഹു പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ, വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, സൂറത്തുൽ ഇസ്രാഇന്റെ 33-ാം വചനമാണ്. കാരണമില്ലാതെ ഒരാളെ കൊല്ലാൻ പാടില്ല.
വമൻ ഖുതില മദ്ലൂമൻ, ആക്രമിക്കപ്പെട്ട ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താന, അവരുടെ ബന്ധുക്കൾക്ക് ഇയാളുടെ മേൽ പരമാധികാരം അല്ലാഹു തആല കൊടുത്തിരിക്കുന്നു. അയാളെ കൊല്ലണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം, അതിനുള്ള അധികാരം കൊടുത്തു. എന്നാൽ മറ്റായത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഫമൻ ഉഫിയ ലഹു, ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കിടത്താൽ മിൻ അഖീഹി ശൈഉൻ, അവനെ കൊല്ലണ്ട, ഏതായാലും എൻ്റെ ആൾക്കാർ മരിച്ചു, അവൻ രക്ഷപ്പെട്ടോട്ടെ, അവൻ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് നല്ല കാര്യം തന്നെയാണ്. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം, ബ്ലഡ് മണി മേടിച്ചിട്ടാണെങ്കിലും അല്ലാതെയും. അങ്ങനെ ഒരു നിയമം ഇന്ന് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇവിടുത്തെ കോടതി ഒരു വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷയ്ക്ക് ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ പോയിട്ട് കോടതി പറയാണ് ഞങ്ങൾക്ക് പരാതിയില്ല, അയാളെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞ് വെറുതെ വിടുവോ? ഇല്ല. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമത്തിന് ഇങ്ങനെ ഒരു പഴുതുകൂടിയുണ്ട്. അതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ മഹത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈ ദീനിന്റെ വിധിവിലക്കുകളെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഅഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബറുർ റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ മേൽ കുടുംബക്കാർക്ക് ആ ശിക്ഷ നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. എങ്കിലും ഒരിക്കലും ഒരു പ്രതിക്ക് നേരിട്ട് നടപടി സ്വീകരിക്കാൻ ഒരു ആൾക്കും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടില്ല. അവിടെ ഗവൺമെൻറ് വേണം. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരിക്കുന്ന ഗവൺമെൻറ്, അവിടുത്തെ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിധിക്കുന്ന കോടതി, ആ കോടതി വിധിക്കാം, ഗവൺമെൻറ്റിന് നടപ്പിലാക്കാം. നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മാത്രമാണ് ബന്ധുക്കൾക്കുള്ളത്. എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ആർക്കില്ല. അങ്ങനെയും ചില ആളുകളൊക്കെ ആരോപിക്കാറുണ്ട്, ഇസ്ലാമിൽ നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ഇവർക്കുണ്ട് എന്നുള്ളത്. ഇല്ല. ഇസ്ലാമിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ചുമതലയെടുത്തിട്ട് ആദ്യമായി നടത്തിയ വിധി പ്രസ്താവം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഉബൈദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെതിരെയാണ്. അതിലേക്കുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, പേർഷ്യൻ അടിമയായ ഫൈറൂസ് എന്ന അബൂലുഉലു ആണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊലപ്പെടുത്തുന്നത്. അയാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊലപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അയാളുടെ ആയുധം തട്ടി 12ഓളം സഹാബികൾക്ക് പരിക്കേറ്റ് അതിൽ 9 പേര് ഷഹീദായി. ഈ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? നേരെ അബൂലുഉലുവിൻ്റെ വീട്ടിൽ ചെന്നു. അബൂലുഉലിൻ്റെ ഭാര്യയെയും അയാളുടെ മകളെയും കൊന്നു. പോരാത്തതിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ ജാഫ്ന എന്ന് പറയുന്ന ആളെയും ഒരു പാർസിയായ ഹുർമുസാനെയും കൊന്നു. 4 പേരെ കൊന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധികാരമേറ്റ ഉടനെ ഉബൈദില്ലയെ വിചാരണയ്ക്കെടുത്തു. അലി റളിയല്ലാഹു അൻഹു ശക്തമായി വാദിച്ചു അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കണമെന്ന്. അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം തേടിയതിനു ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉബൈദില്ല ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻ ഖലീഫയുടെ മകന് വധശിക്ഷ പ്രഖ്യാപിച്ചു. പക്ഷെ ഒരു ഇളവ് കൂടെ കൊടുത്തു. കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർ അംഗീകരിക്കുമെങ്കിൽ പകരം ബ്ലഡ് മണി കൊടുത്തിട്ട് ഒഴിവാകാം. ബ്ലഡ് മണി നിശ്ചയിച്ചത് എത്രയാണ്? ഒരു വ്യക്തിക്ക് 1000 ദീനാർ. ഒരു വ്യക്തിക്ക് 1000 ദീനാർ എന്ന് പറഞ്ഞാൽ 4 പേർക്ക് ഏകദേശം 17 കിലോ സ്വർണം. അതാണ് ബ്ലഡ് മണി. വിധി പ്രസ്താവം വന്നപ്പോൾ അവിടെ 2 കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഒന്നാമത്തേത്, ഈ ബ്ലഡ് മണി മേടിക്കാൻ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് അബൂലുഉലിന് ഒരു കുടുംബക്കാരും ഇല്ല. അവിടെ ഈ ഒരു പ്ലാനായിട്ട് പേർഷ്യന്ന് വന്ന ആളല്ലേ, പിന്നെ കുടുംബക്കാരില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാര്യം അങ്ങനെയാണ് എങ്കിൽ
അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പൊതു ഖജനാവിലേക്ക് വേണം ആ പണം അടയ്ക്കാൻ, ട്രഷറിയിൽ അടയ്ക്കണം ആ പണം. അത് തീരുമാനിച്ചു. രണ്ടാമതൊരു പ്രശ്നം വന്നു. ദീർഘകാലം ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ കയ്യിൽ ഒരു ദീനാർ പോലും എടുക്കാനില്ല. 1000 ദീനാർ ഒരാൾക്ക് വെച്ച് 4000 ദീനാർ കൊടുക്കണം, ഒരു ദീനാർ പോലും എടുക്കാനില്ല. അതറിഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം 4000 ദീനാർ എടുത്ത് ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് പൊതു ഖജനാവിൽ അടക്കാൻ പറഞ്ഞു. ഇസ്ലാമിക ശരീഅത്തിൻ്റെ സുന്ദരമായ ചില രംഗങ്ങളാണിത്. നമ്മൾ പഠിക്കണം ഈ മതത്തിൻ്റെ വശങ്ങളെപ്പറ്റി. വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കുമ്പോൾ അത് പഠിക്കാനുള്ള സമയങ്ങൾ നാം കണ്ടെത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.